നമസ്കാരം. പാർട്ടി ചിഹ്നം കാണിച്ച് വോട്ടിടിപ്പിക്കാൻ നടത്തിയ CPMന്റെ ശ്രമം പാളിയപ്പോൾ പൊല്ലാപ്പായത് പാർട്ടിക്ക് തന്നെ. ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് മുൻപേ CPMന്റെ കള്ളവോട്ട്. കാസർഗോഡ് കല്യാശ്ശേരിയിൽ CPM കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ CPMനെതിരെ ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നു. CPM പ്രേരിപ്പിച്ച് ഇടിയിപ്പിച്ച വോട്ട് ഇലക്ഷൻ കമ്മീഷൻ അസാധുവാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. എന്തെല്ലാം ചെയ്താൽ ഒരു വോട്ടെങ്കിലും കിട്ടുമോ അതെല്ലാം ചെയ്ത് വോട്ട് നേടാൻ CPM പഠിച്ച പണികളെല്ലാം നോക്കുകയാണ്. കാരണം അറിയാം ഇത്തവണ വൻ പരാജയമായിരിക്കുമെന്ന്. എല്ലാം പക്ഷേ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ്. CPMന്റെ 6 നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്രയും നാൾ തിരിഞ്ഞുപോലും നോക്കാൻ വരാതിരുന്ന CPM നേതാക്കൾ കിടപ്പിലായ പാവപ്പെട്ട അമ്മമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം വീട് കയറുന്ന CPM പ്രവർത്തകരെയാണ് കാസർകോട്ടെ കല്യാശ്ശേരിയിലും കാണുന്നത്. 92 വയസ്സുകാരി വോട്ട് ചെയ്യുമ്പോൾ പാർട്ടി ചിഹ്നം ചൂണ്ടിക്കാണിച്ച CPM ബൂത്ത് ഏജന്റിന് ഇത് തടയാതിരുന്ന 4 പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വീഡിയോഗ്രാഫർക്കുമെതിരെയാണ് പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പാർട്ടി ചിഹ്നം കാണിച്ച് വോട്ട് ചെയ്യാനായിരുന്നു CPM നടത്തിയ ശ്രമം. ഒടുവിൽ വൃദ്ധ പാർട്ടിക്ക് തന്നെ വോട്ട് കുത്തി. അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് മറ്റു പാർട്ടി പ്രവർത്തകർ ഇടപെടുകയായിരുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥരെയും വീഡിയോഗ്രാഫറെയും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് കണ്ണൂർ കളക്ടർ അരുൺ K. വിജയൻ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും ശുപാർശ ചെയ്തിട്ടുണ്ട്. പരാതിയുള്ള വോട്ട് അസാധുവാക്കുമെന്നും റീപോളിംഗ് പറ്റില്ലെന്നും കാസർഗോഡ് കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. വോട്ട് രേഖപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് വ്യക്തിപരമായ രഹസ്യാത്മകത വേണം. അതുപോലും നൽകാൻ CPM തയ്യാറായില്ല. പകരം വൃദ്ധയ്ക്ക് വേണ്ടി പാർട്ടി ചിഹ്നം കാണിച്ചു കൊടുത്ത് കുത്തിക്കുകയായിരുന്നു ഇവർ. സംഭവത്തിൽ CPMനെ കടന്നാക്രമിച്ച് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇലക്ഷൻ തുടങ്ങുന്നതിന് മുൻപേ CPM അക്രമം തുടങ്ങുന്നു എന്ന് പലരും വിമർശിക്കുന്നു. CPMനെ എനിക്ക് അറിയും പോലെ മറ്റാർക്കും അറിയില്ല. അവർ പഠിച്ച പണിയേ ചെയ്യൂ. കള്ളവോട്ടും അക്രമവും അവരുടെ സ്വഭാവമാണ്. അത് മാറ്റാൻ അവർക്ക് പറ്റില്ല. ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്നും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K. സുധാകരൻ പരിഹസിച്ചു പറഞ്ഞു. 85 വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരെ അറിയിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇടത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയം കളിക്കുകയാണ്. കള്ളവോട്ടിൽ 5 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. പ്രായമുള്ളവരുടെ വോട്ടെടുപ്പ് 100% സുരക്ഷിതമാക്കണം. പക്ഷേ ഇത് ഇടത് ഉദ്യോഗസ്ഥർ കള്ളവോട്ട് ചെയ്യാൻ കൂട്ടുനിൽക്കുകയാണ്. വീട്ടിലെ വോട്ട് CPM ദുരുപയോഗം ചെയ്യുന്നു എന്നും K. സുധാകരൻ കുറ്റപ്പെടുത്തി. അതെപ്പോഴാണ് തുടങ്ങിയതെന്ന് ഓർക്കേണ്ടതുണ്ട്. UDF 20 സീറ്റും വാങ്ങും എന്ന് പല റിപ്പോർട്ടുകളും പുറത്തു വന്നു. അപ്പോഴാണ് CPM ഇത്തരം കള്ളവോട്ടുമായി ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് ആരെങ്കിലും ബോംബ് പൊട്ടിക്കുമോ എന്നും സുധാകരൻ ചോദിച്ചു. ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചും അപലപനീയമാണ്. കല്യാശ്ശേരിയിൽ കള്ളവോട്ടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി എന്നിവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ കള്ളവോട്ട് പുറത്തറിയില്ലായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. കള്ളവോട്ട് നടക്കുമെന്ന ആരോപണം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. CPMകാരെ മാത്രം അറിയിച്ചതാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്നത്. കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും തക്കതായ ശിക്ഷ ഉറപ്പാക്കണം. കണ്ണൂരിലും വടകരയിലും അക്രമം അഴിച്ചുവിടാനും കള്ളവോട്ട് ചെയ്യാനുമാണ് CPMന്റെ നീക്കമെന്നതിന് ഇതിൽ പരം തെളിവുകൾ വേറെയില്ല. കള്ളവോട്ട് വ്യാപകമായി ചെയ്യുകയും അത് UDFന്റെ പേരിൽ ആരോപിക്കുകയും ചെയ്യുകയാണ് CPMന്റെ പതിവ് രീതി. കല്യാശ്ശേരി മാതൃകയിൽ ജില്ലയിൽ വ്യാപകമായി CPM കള്ളവോട്ട് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും കേന്ദ്രസേനയുടെ നിയന്ത്രണത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോളിംഗ് ഉറപ്പുവരുത്താൻ മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞു.